ഈ ഒരു പോയിന്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു പ്രൊഡക്റ്റ് അത് അങ്ങ് എയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ബിലോങ്സ് ടു പബ്ലിക്കാണ്. പിന്നെ നമുക്കതിൽ 10K ഫോളോവേഴ്സ് വിത്തിൻ 1.5 മന്ത്. കുറച്ചായി കണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആയത്. സോ നമുക്ക് കണ്ടന്റിലോട്ട് കിടക്കാം. ചിലർക്കെങ്കിലും കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ചിലർക്കെങ്കിലും ഈ ഒരു കണ്ടന്റ് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. സോ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് തന്നെ പറയട്ടെ, നമ്മളൊരു പ്രൊഡക്റ്റ് അത് അങ്ങ് എയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ബിലോങ്സ് ടു പബ്ലിക്കാണ്. പിന്നെ നമുക്കതിൽ റോളില്ല. ആസ് എ ഫിലിം, ആസ് എ ഷോർട്ട് ഫിലിം, എന്തോ ആയിക്കോട്ടെ, ഒരു സോങ് അത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പബ്ലിക്കിൻ്റെ അടുത്താണ്. അപ്പോൾ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് വരുന്ന ക്രിറ്റിസൈസിങ് വരും. അഫ്കോഴ്സ് നമ്മൾ എന്ത് നല്ല ചെയ്താലും മോശം തന്നെ പബ്ലിക്ക്. അപ്പം അത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഈ പരിപാടി തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഉണ്ടായിരിക്കണം. നെഗറ്റീവ് വരുമ്പം ആ റേഞ്ചിൽ എടുക്കുക. പോസിറ്റീവ്, ഞാൻ ഇതിനൊരു ടിപ്പ് പറയാം. ഇതൊരു കൈകാര്യം ചെയ്യാനാണ് ഏറ്റവും നല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരിപാടി എന്ത് വന്നാലും, നെഗറ്റീവ് വന്നാലും ശരി പോസിറ്റീവ് വന്നാലും ശരി, ഇതൊക്കെ നമുക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അൽഗോരിതത്തിന് നമുക്ക് പോസിറ്റീവായിട്ടാണ്. എത്രത്തോളം നെഗറ്റീവ് മാർക്കറ്റിംഗ് ഭയങ്കര പരിപാടിയാണ്. നമുക്ക് നല്ല രീതിയിൽ നെഗറ്റീവ്ലി മാർക്കറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നമ്മുടെ അക്കൗണ്ട് റീച്ച് ആക്കാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ, അപ്പോൾ പോസിറ്റീവ് വന്നാലും ശരി, ഇനി നെഗറ്റീവ് വരുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്, ഡൗൺ ആവാതിരിക്കാനുള്ള കാര്യം പറയാം. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ, നെഗറ്റീവ് എന്നുള്ളത് അവർ നമ്മുടെ അക്കൗണ്ടിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്കുള്ളൊരു ബെനിഫിറ്റാണ്, നമ്മുടെ അക്കൗണ്ട് റീച്ച് ആവാനുള്ള ഒരു ബെനിഫിറ്റാണ്. ആ രീതിയിൽ അതിനെ കാണുക. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ ഒരു നീഷ് സെലക്ട് ചെയ്യണം. ഒരു സ്പെസിഫിക് നീഷ്. അത് നമുക്ക് ചിലപ്പോൾ അതൊരു ഫിറ്റ്നസ് ആവാം, ഫുഡ് ആവാം, എനി നീഷ് അതിൽ എക്സ്പേർട്ട് ആയാൽ മാത്രമേ നമുക്ക് ആൾക്കാരെ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് റാൻഡമിലി നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടന്റ് ഇട്ട്, ഇന്ന് ഫുഡ് ഇട്ട്, നാളെ ട്രാവൽ ഇട്ട്, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും അതിന് കിട്ടൂല എന്നാണ് ഞാൻ ഈ ഒരു ജേണിയിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം. അതേപോലെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്യാമറ കയ്യിലുണ്ട് എന്ന് കരുതിയിട്ടും നിങ്ങൾ നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവില്ല. മറിച്ച് അവിടെ നമ്മൾ നമ്മുടെ ഇൻഫോർമേഷൻ കൊണ്ടും അതുപോലെ നമ്മുടെ സ്കില്ല് കൊണ്ടും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി, കണ്ടന്റിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെയാണ് മെയിനായിട്ട് മാറ്റർ ചെയ്യുക. അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റിയോട് കൂടെ ക്യാമറൻ്റെ ക്വാളിറ്റിയും കൂടി കയറി കഴിഞ്ഞാൽ അത് നമുക്കൊരു ബോണസാണ്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹുക്കാണ്. ഹുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ 3 സെക്കൻഡിനുള്ളിൽ നമ്മൾ നമ്മുടെ വ്യൂവറെ അവിടെ പിടിച്ചിരുത്തി കഴിഞ്ഞാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും നടക്കുള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ നിന്ന് റീല് പിന്നെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകില്ല, പരിപാടിയൊക്കെ അവിടെ നിൽക്കും. നമ്മൾ മെയിനായിട്ട് 3 സെക്കൻഡിനുള്ളിൽ പിടിച്ച് നിൽക്കാനുള്ള, അതിനാണ് ഹുക്ക് എന്ന് പറയുക. അപ്പോൾ ഈ ഹുക്ക് പലതരത്തിലുണ്ട്. ചിലപ്പോൾ നമുക്കത് നെഗറ്റീവ്ലി ഹുക്ക് ചെയ്യാം, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് ഹുക്ക് ചെയ്യാം, റിലേറ്റബിൾ ആയിട്ട് ഹുക്ക് ചെയ്യാം. അതായത് ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ ഉള്ളവരാണോ നിങ്ങൾ, അപ്പോൾ അത്ര വയസ്സുള്ള ഒരു അറ്റൻഷൻ കിട്ടി, റിലേറ്റബിൾ ആയി. അങ്ങനെ കുറച്ച് കണ്ടന്റ് ഉണ്ട്. വിഷ്വലി ഹുക്ക് ചെയ്യാം. ആഷ്ടൺ ഹാൾ സംതിങ്, ഓനെ വിഷ്വലി ഉള്ള പരിപാടിയാണ് ഇത്. ഓക്കെ, ഇത് കണ്ടിരിക്കാനൊരു മൂഡുണ്ട് എന്നുള്ളൊരു പരിപാടിയിൽ നമുക്ക് അങ്ങനെ വിഷ്വലി ഹുക്ക് ചെയ്യാം. അങ്ങനെ ഹുക്കുകൾ പല രീതിയിലുണ്ട്, പല തരത്തിലുണ്ട്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഹുക്കുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽ. ഇപ്പം ഞാൻ കുറച്ചൊരു ഹുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും കൂടുതൽ ഹുക്ക് ഉണ്ട്. ആ ഹുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഓട്ടോമേഷൻ ചെയ്യാന്നുള്ളതാണ്. ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ക്വാളിറ്റി ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറയും. സോച്ച പോലെ അല്ലെങ്കിൽ മിനി ചാറ്റ് പോലുള്ള ആപ്പുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാം. ഓട്ടോമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഇത് അയച്ചു കൊടുക്കുന്നു, ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു, ഫോളോ ചെയ്താലേ ലിങ്ക് പോകുള്ളൂ. ഈ ഒരു മോഡലാണ് ഈ പറഞ്ഞിട്ടുള്ള സോച്ച അല്ലെങ്കിൽ മിനി ചാറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം റെലവൻ്റ് ആണെന്ന് വെച്ചാൽ ആണ്, ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാൻ റെലവൻ്റ് ആണ്. പക്ഷെ നമുക്ക് ക്വാളിറ്റി ഉള്ള ഫോളോവേഴ്സ് കിട്ടൂല. മേ ബി അത് അൺഫോളോ അടിച്ച് പോവാം, അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ആയിരിക്കാം. നമുക്ക് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരായിരിക്കണം. സോ ആസ് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് ഞാനൊരു ഓപ്ഷനായിട്ട് പറഞ്ഞെന്നുള്ളൂ. അതേപോലെ ഈ ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഒന്നും കൂടെ എൻഗേജ്മെന്റ് ആവും. നമ്മുടെ അക്കൗണ്ട് DM-ലോട്ട് ഇവരൊക്കെ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി സെൻഡ് ആവും. അതിൻ്റെ പുറമെ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബോക്സ് ഉണ്ടല്ലോ, അത് ചെയ്യാം. അതുപോലെ പോളുകൾ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഞാൻ പറയില്ലേ, നെഗറ്റീവ്ലി ഹുക്ക് ചെയ്യുന്ന, നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ടോപ്പിക്കും കാര്യങ്ങളൊക്കെ സ്റ്റോറിയിൽ ആഡ് ചെയ്തിട്ട് ഓരോ കണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കുക. അത് നല്ലൊരു ബെനിഫിറ്റുള്ള പോയിന്റ്. നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും, നമ്മുടെ DM-ലോട്ട് എന്ത് മെസ്സേജ് വന്നു കഴിഞ്ഞാലും അത് നമ്മുടെ അൽഗോരിതത്തിനൊരു പ്ലസ് ആണ്. അത് മനസ്സിലാക്കി അങ്ങനെ രീതിയിൽ കണ്ടു തുടങ്ങണം ഇപ്പോൾ. പിന്നെ നമ്മളെ അക്കൗണ്ട് ട്രാക്ക് ചെയ്യല്ലോ. പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് എത്രത്തോളം ഗ്രോത്ത് ആവുന്നുണ്ട്, ആരൊക്കെ എപ്പോൾ എങ്ങനെ എന്നുള്ള പരിപാടി, എവിടെയൊക്കെയാണ് നമ്മുടെ ലൊക്കേഷൻ, എവിടെ നിന്നൊക്കെ നമ്മൾ ഫോളോവേഴ്സ് ഉള്ളത്, അങ്ങനെ സകലമാന പരിപാടി നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് നമ്മളെ അക്കൗണ്ട് ഒന്ന് പ്രൊഫഷണൽ ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ പ്രൊഫഷണൽ ആക്കിയിട്ട് നമ്മുടെ ഇൻസൈറ്റ്സ് റീഡ് ചെയ്യുക, ഇൻസൈറ്റ്സ് ഒന്ന് പഠിക്കുക.
ഈ ഏതെങ്കിലും റീൽ സ്പെസിഫൈ ആകുമ്പോൾ ഏതെങ്കിലും റീൽ ഇടുമ്പോൾ അത് പെട്ടെന്ന് കയറിപ്പോയി. ആ കയറിയത് എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുക, അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ട് ആ ഒരു നീഷയിലുള്ള നീഷയിൽ തന്നെ ആ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് കണ്ടന്റ് റീച്ച് ആവുന്നുണ്ടെങ്കിൽ ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് വീണ്ടും റീൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും നമുക്ക് ബെനിഫിറ്റാണ്. ഈ ഒരു പോയിന്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനതങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ റീലിൻ്റെ ലെങ്ത്ത് കൂടിപ്പോയ ഒരു കാരണത്താൽ എനിക്ക് റീച്ച് കിട്ടാതെ വന്നിട്ടുണ്ട്. ആ റീലിൻ്റെ ലെങ്ത്ത് ഞാൻ കുറച്ചിട്ടപ്പോൾ എനിക്ക് റീച്ച് ആയിട്ടുണ്ട്. ഞാൻ മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ റീലിൻ്റെ ലെങ്ത്ത് മാറ്ററാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. നമുക്കൊരു 30 സെക്കൻഡ്സിൻ്റെ ബിലോ അല്ലെങ്കിൽ അടിക്കുള്ള ലെങ്ത്തുള്ള റീല് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിക്കായി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ലെങ്ത്ത് കൂടുമ്പോൾ നമുക്ക് ഈ 100% റീല് കംപ്ലീറ്റ് ആയിട്ട് കാണുന്ന ആൾക്കാർ എണ്ണം കുറയും. അപ്പോൾ നമുക്ക് അൽഗോരിതം വിചാരിക്കും ഇത് പോരാ, റീല് പോരാന്ന് എഴുതിയിട്ട് അത് ബൂസ്റ്റ് ചെയ്യാതെ വിടും. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ലാസ്റ്റ് പറയാനുള്ളത് എല്ലാവരും പറഞ്ഞ് ക്ലീഷ ആയിട്ടുള്ളൊരു സാധനമാണ് കൺസിസ്റ്റൻസി. സംഭവം ക്ലീശയാണ്, സംഭവം ഭയങ്കര ഓവർ റേറ്റഡ് ആണ്, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഇത് കൊണ്ടുവരുന്ന ആൾക്കാർ കുറവാണ്. ആദ്യം ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക, ആ ഹാബിറ്റ് ഡിസിപ്ലിനാക്കി മാറ്റുക, ആ ഡിസിപ്ലിനിലൂടെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ ചെയ്തിട്ടാണ് പലരും ഇപ്പോൾ എവിടെയെങ്കിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ഒരു കാര്യം ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. പറഞ്ഞ് എല്ലാവരും മടുപ്പിച്ച സാധനമാണ്. പക്ഷേ കൺസിസ്റ്റൻസി മാറ്റേഴ്സ്.